ഹലോ, ഇന്ന് ഞാൻ പുട്ടിൻ്റെ പാനി, ഇത് ചെമ്പിൻ്റെ പാനി എടുത്തിട്ട് ആണ് പുട്ട് ഇവിടുന്ന് അടുപ്പത്ത് വയ്ക്കാൻ. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഈ പാനിയാണ് വയ്ക്കാറ്. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചതാണ് കേട്ടോ. ഈ സൈസൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാനൊന്നുമില്ല. അപ്പോൾ വലിയ പുട്ടിൻ്റെ കുറ്റിയാണ്, മുളം കുറ്റി. അപ്പോൾ അതിന് സാധാരണ കുറ്റി പറ്റില്ല. അങ്ങനെ ഏതായാലും ഒരു ഗ്യാസിൻ്റെ കുറ്റി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധമൊക്കെ അല്ലെങ്കിലും അടുപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് പുട്ട് അടുപ്പത്ത് വയ്ക്കാമെന്ന് വെച്ചു. അതിന് നല്ല അസാധ്യ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ഒരു പകുതി കുറ്റിയുള്ളൂ. ഇതൊക്കെ എക്സിബിഷനിൽ ഇങ്ങനെ വാങ്ങുന്നതാണ്, മുളയുടെ തന്നെ പകുതിയേ ഉള്ളൂ. ഒരാൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് മതി. ഇതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. കുറേ ദിവസമായി ഉപയോഗിക്കാത്തതുകൊണ്ട് ആണിങ്ങനെ. ഇതൊക്കെ നന്നായി കഴുകിയെടുക്കണം. പിന്നെ ഇവിടെ ഇതിനിടയ്ക്ക് മുള മുറിച്ചപ്പോൾ നേരിയ ഭാഗത്തുള്ള ഒരു മുള കണ്ടു. അപ്പോൾ അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന് തുള വെക്കണം, എന്നിട്ട് വേണം പുട്ട് ചുടാനായിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെ നമുക്ക് ഇന്നത്തെ പുട്ട് മുളംകുറ്റിയിൽ ചുടുന്നതൊന്ന് കാണാം. അപ്പോൾ മുളംകുറ്റി നല്ല ചെറിയ ചൂടി കൊണ്ട് നന്നായി വരിഞ്ഞ് കെട്ടണം, എങ്കിലേ അത് നല്ല ബലത്തോടെ നിൽക്കും. ഇത് ഞാൻ വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതിൻ്റെ അരിപ്പ അടിയിലിടുന്നത് ചിരട്ട കൊണ്ടുള്ളതാണ്, ചിരട്ട കൊണ്ടുണ്ടാക്കി. ഇതൊക്കെ നമുക്ക് ഓൾ ഇന്ത്യ എക്സിബിഷൻ വരുമ്പോൾ ഇങ്ങനത്തതൊക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ വെള്ളം നല്ല വെട്ടിത്തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ട് നിറച്ച് അടിയിലൊരു തുണി ചുറ്റി കൊടുത്തിട്ടുണ്ട്. പാനിയിൽ നല്ല ടൈറ്റാവുക. അത്രയും വലിയ പാനിയാണ് മുളംകുറ്റിക്ക് കണക്കാക്കി ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചത്. നമുക്ക് അലൂമിനിയത്തിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആക്കി കിട്ടുന്നുണ്ട്. ആവശ്യക്കാരുമുണ്ട്, അതാവും അവരുണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ നല്ല ഉഷാറായി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഉന്തേണ്ട സാധനം, അതും ഈ മുളംകുറ്റി വാങ്ങുമ്പോൾ കിട്ടിയതാണ് കേട്ടോ. അതും മുളയുടെ തന്നെ നീളത്തിലുള്ള ഒരു കോല് അവർ ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ തന്നതാണ്. അപ്പോൾ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പുട്ട് അതേ പൊടി, പക്ഷേ ആ മുളംകുറ്റിയിലും അടുപ്പിലും വെച്ച് ചുട്ടാലുള്ള ടേസ്റ്റ് അതൊരു വേറെ തന്നെ നല്ലൊരു മധുരവും ഒക്കെ കൂടിയുള്ളൊരു ടേസ്റ്റായിരിക്കും ആ പുട്ട്. നമ്മളത് ചുട്ടാൽ അത് അടുപ്പത്ത് തന്നെ വെക്കണം. ഗ്യാസിൽ വെച്ചാൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ കപ്പ ആണ്. ഇത് മുഴുവൻ ഒരാൾ കഴിക്കുന്നതല്ല കേട്ടോ. ഞാൻ പ്ലേറ്റ് മാറ്റാൻ മടി പിടിച്ചിട്ട് ചെയ്തതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.